യോ ഗൈസ് വാട്സാപ്പ്. ഒരു ഗെയിമിന് കോടിക്കണക്കിന് ഡൗൺലോഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച ഗെയിം ആകണമെന്നില്ല. ചില ഗെയിംസിന് കിട്ടുന്ന ഹൈപ്പ്, പോപ്പുലാരിറ്റി, ഫാൻ ബേസ് എന്നിവ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് ലൈഫ് ചേഞ്ചിങ് ഗെയിം ആയിരിക്കുമെന്ന്. പക്ഷെ കളിച്ചു നോക്കുമ്പോൾ അത്രയും സ്പെഷ്യൽ ഒന്നുമല്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും ഓവർ റേറ്റഡ് ആയിട്ടുള്ള 10 മൊബൈൽ ഗെയിംസ് ആണ്. സോ ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല, ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പോൾ ചാറ്റ് ജിപിടി തന്ന ഒരു ലിസ്റ്റാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം എന്തായാലും ഉണ്ടാവും. സോ ഹെയ്റ്റ് കമൻസിനോടെല്ലാം ഞാൻ നോ പറയുകയാണ്. ചാറ്റ് ജിപിടി തന്ന ലിസ്റ്റാണ്, ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ് അല്ല. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടോപ്പ് 10 ഗെയിമാണ് ടെമ്പിൾ റൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഈ ലിസ്റ്റിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ടെമ്പിൾ റൺ മാത്രമല്ല, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതെല്ലാം നിങ്ങൾ കളിക്കുന്നതും അല്ലെങ്കിൽ കളിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഗെയിംസാണ്. സോ ഞാൻ വീണ്ടും പറയാണ്, ഇത് എൻ്റെ ഒപ്പീനിയൻ അല്ല. ടെമ്പിൾ റൺ മൊബൈൽ ഗെയിമിങ്ങിൻ്റെ ചരിത്രം മാറ്റിയ ഗെയിമാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഗെയിം പ്ലേ വളരെ റിപ്പീറ്റേറ്റീവ് ആണ്. ഓടുക, ജമ്പ് ചെയ്യുക, കോയിൻസ് കളക്ട് ചെയ്യുക, അത് മാത്രം. 1 മണിക്കൂർ കളിച്ചാലും 10 മണിക്കൂർ കളിച്ചാലും വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് പല ഗെയിമേഴ്സിനും ടെമ്പിൾ റണ്ണിന് കിട്ടിയ ലെജൻഡറി സ്റ്റാറ്റസ് കുറച്ച് ഓവർ ഹൈപ്പഡ് ആണെന്ന് തോന്നുന്നു. ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ചാറ്റ് ജിപിടി. ഗെയിം നമ്പർ 9 ആംഗ്രി ബേർഡ്സ്. ആംഗ്രി ബേർഡ്സ് പുറത്തിറങ്ങിയ സമയത്ത് എല്ലാവരുടെയും ഫോണിൽ ഉണ്ടായിരുന്ന ഗെയിമാണ്. പക്ഷേ ബേർഡ്സ് ലോഞ്ച് ചെയ്ത് സ്ട്രക്ചേഴ്സ് തകർക്കുക എന്ന ഗെയിം പ്ലേ കുറച്ച് സമയത്തിന് ശേഷം റിപ്പീറ്റേറ്റീവ് ആയി മാറുന്നു. നൊസ്റ്റാൾജിയ ഫാക്ടർ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പലർക്കും ഈ ഗെയിം അത്ര എക്സൈറ്റിംഗ് ആയി തോന്നില്ല. ഗെയിം നമ്പർ 8 കാൻഡി ക്രഷ് സാഗ. കാൻഡി ക്രഷിന് ഇന്നും കോടിക്കണക്കിന് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഗെയിം പ്ലേ വളരെ സിമ്പിളാണ്. കുറച്ച് ലെവൽ കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടി കുത്തനെ കൂടും. പലർക്കും ഇത് സ്കിൽ ഗെയിമിനേക്കാൾ പേഷ്യൻസ് ഗെയിമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പല ഗെയിമേഴ്സിനും കാൻഡി ക്രഷ് വളരെ ഓവർ റേറ്റഡ് ആയി തോന്നാറുണ്ട്. ഗെയിം നമ്പർ 7 പോക്കിമോൻ ഗോ. പോക്കിമോൻ ഗോ പുറത്തിറങ്ങിയപ്പോൾ ലോകം മുഴുവൻ ഭ്രാന്തായി. ആളുകൾ റോഡുകളിലും പാർക്കുകളിലും പോക്കിമോൻ വേട്ടയാടാൻ ഇറങ്ങി. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എക്സൈറ്റ്മെന്റ് കുറഞ്ഞു. ഗെയിം പ്ലേ പലർക്കും റിപ്പീറ്റേറ്റീവ് ആയി തോന്നി. ഇനീഷ്യൽ ഹൈപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ സക്സസ് ആകുമായിരുന്നോ എന്ന ചോദ്യവും ചിലർ ചോദിക്കുന്നു. ഗെയിം നമ്പർ 6 ക്ലാഷ് റോയൽ. ക്ലാഷ് റോയൽ ആദ്യം വളരെ ഇന്നോവേറ്റീവ് ഗെയിമായിരുന്നു. പക്ഷെ പിന്നീട് പല പ്ലേയേഴ്സും ഗെയിം പേ ടു വിൻ ആണെന്ന് പരാതിപ്പെട്ടു. ഹയർ ലെവൽസ് എത്താൻ കൂടുതൽ കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അതിനായി സമയം അല്ലെങ്കിൽ പണം ആവശ്യമാണ്. അതുകൊണ്ട് ഗെയിമിന് കിട്ടുന്ന ഹൈപ്പ് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. ഗെയിം നമ്പർ 5 മൊബൈൽ ലെജൻഡ്സ്. മൊബൈൽ ലെജൻഡ്സ് ഏഷ്യയിലെ വളരെ പോപ്പുലറായ മൊബൈൽ ഗെയിമാണ്. പക്ഷെ പല ഗെയിമേഴ്സിനും ഇത് മറ്റ് മൊബൈൽ ഗെയിംസിൻ്റെ സിംപ്ലിഫൈഡ് വെർഷൻ പോലെ തോന്നുന്നു. മാച്ച് മേക്കിംഗ് ഇഷ്യൂസ്, ടോക്സിക് പ്ലെയേഴ്സ്, റിപ്പീറ്റേറ്റീവ് മെറ്റ തുടങ്ങിയ കാര്യങ്ങൾ കാരണം ഇതിനെ ഓവർ റേറ്റഡ് ആയി കാണുന്നു. ഗെയിം നമ്പർ 4 എമംഗ് അസ്. പാൻഡമിക് സമയത്ത് ലോകം മുഴുവൻ എമംഗ് അസ് കളിച്ചിരുന്നു. യൂട്യൂബിലും ട്വിച്ചിലും ഇത് മാത്രമായിരുന്നു ട്രെൻഡ്. പക്ഷേ ഹൈപ്പ് കഴിഞ്ഞപ്പോൾ ഗെയിം പ്ലേ വളരെ ലിമിറ്റഡ് ആണെന്ന് പലർക്കും തോന്നി. കുറച്ച് മാച്ചസ് കഴിഞ്ഞാൽ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായി തോന്നാം. അതിനാൽ പല ഗെയിമേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഓവർ റേറ്റഡ് ആണ്. ഗെയിം നമ്പർ 3 ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഇപ്പോൾ ചിലർക്ക് ദേഷ്യം വരാൻ തുടങ്ങി കാണും. ക്ലാഷ് ഓഫ് ക്ലാൻസ് മൊബൈൽ ഗെയിമിങ്ങിലെ ഏറ്റവും ഐക്കോണിക് ഗെയിംസിൽ ഒന്നാണ്. പക്ഷേ ബേസ് അപ്ഗ്രേഡ് ചെയ്യാൻ ദിവസങ്ങളും ആഴ്ചകളും കാത്തിരിക്കേണ്ടി വരും. പല പ്ലേയേഴ്സിനും പ്രോഗ്രഷൻ വളരെ സ്ലോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഗെയിം നല്ലതാണെങ്കിലും കിട്ടിയ ഹൈപ്പിനേക്കാൾ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഗെയിം നമ്പർ 2 സബ്വേ സർഫേഴ്സ്. യെസ് ഗൈസ്, സബ്വേ സർഫേഴ്സ് ഇന്നും ലോകത്തിലെ ഏറ്റവും ഡൗൺലോഡഡ് ഗെയിംസിൽ ഒന്നാണ്. പക്ഷേ ഗെയിം പ്ലേ ഏകദേശം വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ്. ഓടുക, ഡോഡ്ജ് ചെയ്യുക, കോയിൻസ് കളക്ട് ചെയ്യുക, ഇത് മാത്രം. ടെമ്പിൾ റൺ പോലെ തന്നെ അപ്ഡേറ്റ്സ് വരുമ്പോഴും കോർ ഗെയിം പ്ലേ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് പോപ്പുലാരിറ്റിയോട് താരതമ്യം ചെയ്യുമ്പോൾ പലർക്കും ഇത് ഓവർ റേറ്റഡ് ആയി തോന്നും. ആൻഡ് ലാസ്റ്റ് ഗെയിം ഫ്രീ ഫയർ. യെസ് ഗൈസ്, ലിസ്റ്റിലെ 1ാം സ്ഥാനത്ത് ഫ്രീ ഫയർ ആണ്. ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മാസീവ് ഫാൻ ബേസ് ഉള്ള ഗെയിം. ലോ എൻഡ് ഫോൺസിൽ പോലും സ്മൂത്തായി റണ്ണ് ചെയ്യുന്നത് ഇതിൻ്റെ വലിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ക്രിട്ടിക്സ് പറയുന്നത് ഗ്രാഫിക്സ്, ഫിസിക്സ്, ഗൺ പ്ലേ, മെക്കാനിക്സ് എന്നിവയിൽ മറ്റ് ബാറ്റിൽ റോയൽ ഗെയിംസിനേക്കാൾ പിന്നിലാണെന്നാണ്. പലർക്കും ഗെയിമിൻ്റെ പോപ്പുലാരിറ്റി ഗെയിം പ്ലേ ക്വാളിറ്റിനേക്കാൾ ട്രെൻഡ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നിവ കാരണം വളർന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഫ്രീ ഫയർ പല ഓവർ റേറ്റഡ് ഗെയിംസ് ലിസ്റ്റിലും 1ാം സ്ഥാനത്തെത്തുന്നത്. ഫ്രീ ഫയർ എന്ന ഗെയിം അത് ഞാനും കുറേ കളിച്ചതാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് മെമ്മറി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് എല്ലാം ഈ ലിസ്റ്റിലുണ്ടായിരിക്കുന്നു. ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഓവർ റേറ്റഡ് ആയ 10 മൊബൈൽ ഗെയിംസ്. വീണ്ടും പറയാം, ഓവർ റേറ്റഡ് എന്നത് ഗെയിം മോശമാണെന്നല്ല, പലതും നല്ല ഗെയിംസ് തന്നെയാണ്. പക്ഷേ കിട്ടുന്ന ഹൈപ്പിനോട് താരതമ്യം ചെയ്യുമ്പോൾ ചിലർക്ക് അത്ര ഇംപ്രസീവായി തോന്നില്ല എന്നതാണ് കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ടേൺ.
നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഓവർ റേറ്റഡ് മൊബൈൽ ഗെയിം ഏതാണ്? കമൻറ്റ് സെക്ഷനിൽ പറയൂ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇത് ഒന്നും എൻ്റെ ഒപ്പീനിയൻ അല്ല, ChatGPT ആണ്. സോ ഷെയർ ചെയ്യാനും കൂടുതൽ ഗെയിമിംഗ് കണ്ടന്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ബൈ ഗൈസ്.